ആഗോള സംഗമം 8 കോടി രൂപ ചെലവാക്കിയെന്നാ പറയുന്നത്. ദേവസ്വം ബോർഡ് ആ പണം കൊടുത്തിരിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ദേവസ്വം ബോർഡിന്റെ പണമെന്ന് പറയുന്ന ആരുടെ പണമാണ്? ഭക്തന്റെ കാണിക്കയാണ് ഈ പണം. ഭക്തൻ ഭക്ത്യാദരപൂർവ്വം ഭണ്ഡാരത്തിലേക്ക് ഇടുന്നതാണ് ഈ പണമെന്ന് പറയുന്നത്. 8 കോടി രൂപ മുടക്കി എന്ത് മഹാസംഗമമാണ്, അയ്യപ്പ സംഗമമാണ് അവർ നടത്തിയത്? മുഖ്യമന്ത്രി പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സഖാക്കന്മാരെല്ലാം സ്ഥലം വിട്ടു. 51 രാജ്യങ്ങളിൽ നിന്ന് ആ പ്രതിനിധികൾ വരുമെന്ന് പറഞ്ഞു. 5 രാജ്യങ്ങളിൽ നിന്ന് പോലും പ്രതിനിധികൾ വന്നില്ല. അന്യ സംസ്ഥാനത്ത് നിന്ന് പ്രതിനിധികൾ വരുമെന്ന് പറഞ്ഞു. അവസാനം 1-ാം തീയതി ആയതുകൊണ്ട് തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നും വന്ന അയ്യപ്പ ഭക്തന്മാരെ പോലീസ് പിടിച്ച് ആ സ്റ്റേജ് ആ സദസ്സിൽ കൊണ്ടിരുത്തുകയാണ് ചെയ്തത്. ആ പാവങ്ങൾ പേടിച്ചുപോയി. എന്താണ് ഈ പോലീസ് വന്ന് പിടിക്കുന്നത്? പോലീസ് പിടിക്കുകയാണ് അയ്യപ്പന്മാരെ. തമിഴ്നാട്ടിൽ നിന്ന് വന്ന ആളുകൾ എന്നോട് പറയും, സാർ അവിടെ വന്നിട്ട് നമ്മളെ പോലീസ് പിടിച്ചു. എന്താ കാര്യം? സദസ്സിൽ ആളില്ലാത്തതുകൊണ്ട് പോലീസ് ഈ അയ്യപ്പന്മാരെ പിടിച്ചവിടെ കൊണ്ടിരുത്തുകയാണ്. ഒരു ഗുണമുണ്ടായി, ഉച്ചയ്ക്ക് നല്ല ശാപ്പാട് കിട്ടി. മാത്രമല്ല ബാക്കി വന്ന ശാപ്പാട് മുഴുവൻ വെട്ടി മൂടി. എത്ര പേരുണ്ടായിരുന്നു? പ്രിയപ്പെട്ടവരെ, 8 കോടി രൂപയാണ് ഇതിനു വേണ്ടി ചെലവഴിച്ചത്. കുമരകത്ത് 5 സ്റ്റാർ ഹോട്ടലുകൾ, താജ് ഹോട്ടൽ ഉൾപ്പെടെയുള്ള ഹോട്ടലുകൾ റൂമെടുത്തു. ആരവിടെ താമസിച്ചു? ഇതൊക്കെ മറുപടി പറയേണ്ട കാര്യമാണ്. ഞാൻ ഇന്ന് ആവശ്യപ്പെട്ടപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു, ഞങ്ങൾ കോടതിയിൽ ബോധ്യപ്പെടുത്തിക്കൊള്ളാമെന്ന്. അതാണോ മറുപടി? 8 കോടി രൂപ മുടക്കി ഒരു ദിവസത്തെ ആഗോള അയ്യപ്പ സംഗമം നടത്തേണ്ട എന്ത് കാര്യം? നടത്തിയാൽ തന്നെ 8 കോടി രൂപ എങ്ങനെ ചെലവാകുന്നു? ഒരു ദിവസത്തെ ഒരു സമ്മേളനത്തിന് 8 കോടി രൂപ എങ്ങനെ ചെലവായി? ഇതെല്ലാം മറുപടി പറയേണ്ട കാര്യങ്ങളാണ്. ഇന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിൽ ഒരു ADGPയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടക്കുകയാണ്. നമ്മൾ ആ അന്വേഷണത്തിന് എതിരൊന്നുമല്ല. നമ്മൾ ആവശ്യപ്പെട്ടത് CBIയുടെ നേതൃത്വത്തിൽ ഒരു അന്വേഷണം ഉണ്ടാകണം, കോടതി നിയന്ത്രണത്തിലുള്ള അന്വേഷണം ഉണ്ടാകണം നമ്മൾ ആവശ്യപ്പെട്ടു. പക്ഷെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി സുമോട്ടോ അന്വേഷിക്കാൻ തീരുമാനിച്ചു. SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ സാധാരണഗതി ഗവൺമെന്റിനോട് പറയുകയാണ്, അത് ചെയ്യാതെ കോടതി തന്നെ ADGPയുടെ നേതൃത്വത്തിൽ ഒരു അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. ഞങ്ങൾക്ക് എതിർപ്പില്ല, നടക്കട്ടെ അന്വേഷണം. പക്ഷേ ദേവസ്വം മന്ത്രി കൂടി രാജിവെക്കണം. കാരണം ദേവസ്വം മന്ത്രി അവിടെ ഉണ്ടായാൽ, തൽസ്ഥാനത്ത് തുടർന്നാൽ ADGP എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ ഭാഗമാണ്. മുഖ്യമന്ത്രിയാണ് ആഭ്യന്തരമന്ത്രി. ആ മന്ത്രിയുടെ കീഴിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ അത് വെങ്കടേശ് നല്ലവനാണ്. എനിക്കറിയാം, ADGP വെങ്കടേശ് നേരത്തെ കമ്മീഷണറായിരുന്നു ഇവിടെ, നല്ല മനുഷ്യനാണ്. പക്ഷേ ആ അന്വേഷണത്തിന്റെ കീഴിൽ മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ അന്വേഷിച്ചാൽ സ്വാഭാവികമായി അവരുടെ പുറത്ത് സമ്മർദ്ദമുണ്ടാകും. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് മന്ത്രി മാറി നിൽക്കണം, ദേവസ്വം മന്ത്രി രാജിവെക്കണം. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഉണ്ടായ 3 മന്ത്രിമാർ, കടകംപള്ളി സുരേന്ദ്രൻ, രാധാകൃഷ്ണൻ, വാസവൻ, ഈ 3 മന്ത്രിമാരും ഇതിന് ഉത്തരം പറയാൻ ബാധ്യസ്ഥരാണ്. ഈ കൊള്ളകൾക്ക് മുഴുവൻ മറുപടി പറഞ്ഞേ മതിയാകൂ. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് പറയുന്നു, ശബരിമലയിലെ അയ്യപ്പ സ്വാമി നിങ്ങളെ കൊണ്ട് മറുപടി പറയിക്കുമെന്ന കാര്യത്തിൽ തർക്കം വേണ്ട. കാരണം അയ്യപ്പനെ അതിനോട് കളിച്ചിട്ടുള്ളവരാരും രക്ഷപ്പെട്ടിട്ടില്ല. അവിടുത്തെ പണം അടിച്ചവരാരും രക്ഷപ്പെട്ടിട്ടില്ല. ചരിത്രം അറിയാവുന്നവരുടെ ഉണ്ട്, അവർക്കറിയാം.